ഓ അപ്പോൾ നമ്മൾ ഇന്നത്തെ കുക്കിംഗ് വീഡിയോ താള് കറിയാണ് കേട്ടോ. ഞാനിവിടെ താളും പരിപ്പും ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല കണ്ടി ചേമ്പിൻ്റെ താളാണ്. ഇതിൻ്റെ ഇല കൊണ്ടിട്ടാണ് ഞാൻ പത്രോടെ ഉണ്ടാക്കി കാണിച്ചത്. അപ്പോൾ ഇതിന് വേണ്ടത് തേങ്ങയും ജീരകവും മഞ്ഞപ്പൊടിയും കൂടെ അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വാളംപുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ വറ്റൽമുളകും വേപ്പില 2 ജീരകം 2 ഉഴുന്നുപരിപ്പും കൂടെ താളിച്ചിടാണ് കേട്ടോ. പിന്നെ ഒരു ഇച്ചിരി കായപ്പൊടി. നമുക്കിതിൽ പുളിവെള്ളം ഒഴിക്കാവേ. ഇതിൻ്റെ അകത്ത് പരിപ്പും താളും പിന്നെ പുളിവെള്ളവും ഉപ്പൂട്ട് വേവിച്ച് ഇനിയിപ്പോൾ ഇതിൽ ആവശ്യത്തിന് കുറച്ച് മുളക് പൊടി ചേർത്താൽ മതി. നല്ല കറിയാണ് കേട്ടോ. കർക്കിടകത്തിലൊക്കെ നമുക്ക് കൂട്ടാൻ പറ്റിയൊരു കറിയാണ്. അല്ലാത്തപ്പോൾ ഇത് ചൊറിയും. ഇപ്പം ചൊറിയില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി വെക്കണം കേട്ടോ. ഇതൊന്ന് തിളക്കട്ടെ. നമുക്ക് തേങ്ങ അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ താളിച്ചിടണം. അപ്പം നമുക്ക് താളിക്കാനുള്ള റെഡിയാക്കാം. എൻ്റെ വീഡിയോയിൽ കമൻറ്റ് ആരും ഇടുന്നില്ല. കുറച്ച് പേരെന്തോ ചേർക്കുന്നുള്ളു കമൻറ്റ്. എന്തോ ഒരു ബുദ്ധിമുട്ട് വല്ല കമൻറ്റ് ഇടാൻ. നമുക്ക് താളിക്കാം. എൻ്റെ ഈ കറി ഏറ്റവും ഇഷ്ടം എൻ്റെ മൂത്ത മോക്കാണ്ടാ. ഭയങ്കര ഇഷ്ടം. പക്ഷെ ആളിപ്പോൾ ഞങ്ങൾ സൗന്ദര്യപ്പണക്കോ അപ്പോൾ വരില്ല. നമുക്ക് ഇതിൻ്റെ അകത്ത് അരപ്പ് ചേർക്കാം കേട്ടോ. തേങ്ങയും മഞ്ഞപ്പൊടിയും അരച്ചത്. ഇതധികം എരിവിട്ട് വെക്കില്ല. കുറച്ച് എരിവ്. ഇതധികം വെള്ളം പോലെയും വെക്കരുത്. നല്ല കുറുകനെ വെക്കണത്. നല്ല കറിയടാ. ഇതിൻ്റെ കൂടെ ഒരു പിന്നെ മാന്തൾ, ഉണക്ക മാന്തളില്ലേ, അത് ഒരെണ്ണം വറുത്തിട്ട് അതിൻ്റെ കൂടെ കഴിച്ചാൽ സൂപ്പർ കറിയാണ്. ഇത് ആ തേങ്ങ അരച്ച് ചേർത്ത് ഒരുപാട് തിളക്കരുത്. ഈ കറി വെള്ളം പോലെ ഇരിക്കും. ഇതൊന്നും ഇതാവട്ടെ. നമുക്ക് താളിച്ചിടാം. കടുകിട്ട് പച്ചമുളക്, വേപ്പില, 2 ജീരകം, 2 പിന്നെ ഉഴുന്നുപരിപ്പ്. കറി ഒന്ന് തിളച്ചാൽ മതി. കറി റെഡി. നമുക്കൊരു തുള്ളി കായപ്പൊടി ചേർക്കാം. ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് നല്ല സൂപ്പർ താള് കറി. അപ്പം എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. അടുത്ത വീഡിയോ കാണാം. ടാറ്റാ, ബൈ ബൈ.